അപ്പം എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാർക്ക്. ഈദ് ദിവസം രാവിലെ 6:22 നിസ്കാരം. അതുകൊണ്ട് നേരത്തെ പള്ളിക്കൊക്കെ പോകാൻ പറ്റില്ല. നിസ്കാരം തുടങ്ങി അപ്പം തന്നെ നമ്മൾ പള്ളിക്കലെത്തി. നിസ്കാരം കഴിഞ്ഞ് പിന്നെ അതാ നേരെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നേരെ ഹോട്ടലിലേക്ക് വിട്ടെ. രാവിലത്തെ നല്ല പൊറാട്ടയും അതേമാതിരി ബീഫും ചിക്കൻ സ്റ്റൂ ഒക്കെ അടിച്ച് കയറ്റിയിട്ടേ നേരെ പോയി നമ്മൾ ഫോട്ടോ എടുക്കാൻ. ഇഷ്ടം പോലെ ഫോട്ടോ കുത്തി നിറച്ചിരുന്നു ഫോണിൽ. പിന്നെ വീട്ടിലേക്ക് വിളിച്ചതാ ഈ കാണുന്ന മുതലൊക്കെ വന്നിക്കണ്. നടക്കൽ തുടങ്ങിയ ശേഷം ആദ്യത്തെ പെരുന്നാളാണ്. കഴിഞ്ഞ പെരുന്നാൾക്ക് ഇത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഗൾഫിൽ നിൽക്കുന്നവർക്ക് അറിയാലോ ഇതിന്റെ അടങ്ങേറ് എന്താന്ന്. നാട്ടിൽ പെരുന്നാളും നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നാട്ടിൽ ഇപ്രാവശ്യം പെരുന്നാൾ തന്നെയല്ലേ. നമ്മളെ വല്യപ്പയും മരിച്ചോണ്ട് നമുക്ക് പെരുന്നാളില്ല. എന്നാലും നമുക്ക് നമ്മളെ നാടും വീടും മിസ് ചെയ്യാതിരിക്കും. വീട്ടിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്ത് നല്ല ചാർക്കോളും അതേപോലെ അറബിക് ബിരിയാണി. പ്ലേറ്റിക്ക് നേരെ കുറച്ച് ബിരിയാണി അങ്ങോട്ട് തട്ടിക്കണ്ട് ഒരു ചിക്കൻ്റെ പീസ് അങ്ങോട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ മേലക്കന്നെ കുറച്ച് മയോണൈസിൻ്റെ അങ്ങോട്ട് ഒറ്റിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല അടിച്ചങ്ങോട്ട് കയറ്റി ഫുഡ്. ഒരു മാസം നോമ്പ് എടുത്തിട്ട് ആദ്യമായിട്ടുള്ള ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം. ആ ബിരിയാണി റൈസും ചാർക്കോളും വന്നൊരു പീസും ആ മയോണൈസൊക്കെ പടെ കൂട്ടണ കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ മോനെ എമ്മാതിരി ടേസ്റ്റാന്ന് പറയാം. അതും കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി. പിന്നെ രാത്രി നല്ല ചിക്കൻ കടായും പട്ടാണി റൊട്ടിയും ബട്ടർ നാനും അടിച്ചിട്ടേ ഒരു പാക്ക് സ്നിക്കേഴ്സ് വാങ്ങിയിട്ട് നേരെ പോയി കടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ